സാധാരണയായി നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കാനായിട്ട് മറ്റു പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാറുണ്ട്. അവർ പഠിക്കാനും മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അവരെ കൂടെ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയത്തില്ല. ഇതുപോലൊരു സാഹചര്യത്തിലാണ് ശദ്രക്കും മേശക്കും അബേദ്നെഗോവും ദാനിയേലുമൊക്കെ വളർന്നു വന്നത്. അവരറിയാത്തൊരു രാജ്യത്തേക്ക് അവരെ പിടിച്ചുകൊണ്ട് പോവുക, അവർ ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കുക. എന്നാൽ നമുക്ക് ആ ദാനിയേലിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ഈ 4 ചെറുപ്പക്കാരെക്കുറിച്ച് കാണുന്നു. അവർ ദൈവത്തെ വിട്ടുകളഞ്ഞില്ല. പുതിയ ഭാഷ പഠിച്ചു, പുതിയ സംസ്കാരത്തിൻ്റെ ഭാഗമായി തീർന്നു. എന്നാൽ അവർ വിട്ടുകളയാത്ത ചിലതുണ്ടായിരുന്നു. രാജാവിൻ്റെ ആഹാരം അവർക്ക് വേണ്ട എന്ന് പറഞ്ഞു. ഒപ്പം തന്നെ അവർ പറഞ്ഞു, ഞങ്ങളുടെ ദൈവത്തെ മാത്രമേ ഞങ്ങൾ ആരാധിക്കത്തുള്ളൂ. രാജാവ് നിർത്തുന്ന വിഗ്രഹത്തെയോ ബിംബത്തെയോ വണങ്ങാൻ ഞങ്ങൾ തയ്യാറല്ല. കാരണം ഞങ്ങൾ ആരാധിക്കുന്ന ജീവിക്കുന്ന ഒരു ദൈവത്തെയാണ്. അപ്പം ജീവിക്കുന്ന ഒരു ദൈവം ആണ് തങ്ങളുടെ കൂടെ ഉള്ളതെന്ന് ഉറപ്പുണ്ട്. ആ ദൈവത്തെ അവർ വിട്ടുകളഞ്ഞില്ല. അപ്പം നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി ജോലി തേടി അടുത്ത സ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അറിയേണ്ടത്, നമ്മളെവിടെ പോകുമ്പോഴും നമ്മൾ മുറുകെ പിടിക്കേണ്ടത് കർത്താവിനെയാണ്. കർത്താവിനെ മുറുകെ പിടിച്ചാൽ മറ്റാർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. ഏറ്റവും പ്രധാനപ്പെട്ട സീക്ക് ഗോഡ് ഫസ്റ്റ്. ആദ്യം തന്നെ ദൈവത്തിന് സ്ഥാനം കൊടുക്കണം. ഫസ്റ്റ് പ്രയോറിറ്റി ഫോർ ഗോഡ്. ജോലിയേക്കാളും പഠനത്തെക്കാളും പ്രയോറിറ്റി കർത്താവിനാണ്. പ്രാർത്ഥനയോടെ ഓരോ ദിവസവും ആരംഭിക്കണം. ബൈബിൾ വായിക്കാനും പഠിക്കാനും സമയം മാറ്റിവെക്കണം. ആത്മീയ കൂട്ടായ്മയ്ക്ക് സമയം ഉണ്ടാകണം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പി. അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്കുണ്ട്. നമ്മുടെ ചുറ്റും കാണുന്ന പലതിൻ്റെയും പുറകെ നമ്മൾ ഓടിയാൽ ഇതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതേസമയം ദൈവമുഖത്തേക്ക് നോക്കിയാൽ നമുക്ക് നൽകേണ്ടത്, നമുക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം നൽകിത്തരും. രണ്ടാമത്തെ കാര്യം, ഹാവ് എക്സലൻസ് ഇൻ യുവർ ലൈഫ്. പഠിക്കുകയാണെങ്കിൽ സ്റ്റഡി വിത്ത് എക്സലൻസ്. നന്നായിട്ട് പഠിക്കുക. ജോലിയാണോ നന്നായിട്ട് ജോലി ചെയ്യുക. ബി ഡിസിപ്ലിൻ. ഹാർഡ് വർക്ക് ചെയ്യാനും കഠിനാധ്വാനം ചെയ്യാനും ഒക്കെയുള്ള മനസ്സുണ്ടാകണം. ദൈവം നിങ്ങൾ എവിടെ ആക്കുന്നു അവിടെ വിശ്വസ്തരായിട്ട് നിൽക്കണം. ഡു എവറിഥിങ് ആസ് അൺ ടു ദ ലോർഡ് എന്ന കൊലോസ്യ ലേഖനത്തിൽ പറയുന്നത്. കൊലോസ്യർ 3:21 ദൈവത്തിന് എന്നവണ്ണം നമ്മൾ ചെയ്യണം. നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും, അത് ചെറുതായിരിക്കും വലുതായിരിക്കും, നിങ്ങൾ ജോലി ചെയ്യുന്നവരായിരിക്കും, അവിടെ എല്ലാം ദൈവത്തിന് എന്നവണ്ണം ഏറ്റവും പെർഫെക്റ്റായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യും. ശമ്പളം വാങ്ങിക്കാൻ ആരെങ്കിലും പറഞ്ഞ് ഏൽപ്പിച്ചത് കൊണ്ട് ചെയ്യുന്നു, നിർബന്ധത്താൽ ചെയ്യുന്നു, അരുത്. നിങ്ങൾ ചെയ്യുന്നത് വിശ്വസ്തമായി ദൈവത്തിന് എന്നവണ്ണം ചെയ്യാൻ തയ്യാറാകണം. അവിടെയാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ വ്യത്യസ്തത എന്ന് പറയും. ദൈവത്തിൻ്റെ മക്കൾ, ദൈവത്തെ അറിയുന്നവർ അപ്രകാരം ആ കാര്യങ്ങൾ ചെയ്യേണ്ടത്. എവിടെയാണെങ്കിലും അറിയേണ്ട കാര്യം, മെയിൻറ്റെയിൻ എ ഗോഡ്ലി ക്യാരക്ടർ. ഒരു ദൈവിക സ്വഭാവം നിങ്ങളിൽ കാണണം. മറ്റുള്ളവർ പറഞ്ഞു ഇവനെന്തോ പ്രത്യേകതയുണ്ട്, ഇവക്കെന്തോ പ്രത്യേകതയുണ്ട് എന്ന് പറയണം. രാജാവ് പോലും പറയുകയാണ്, ഈ രാജ്യത്തുള്ളവരെക്കാളും 10 ഇരട്ടി ബുദ്ധിയും അറിവും അവർക്കുണ്ട്. കാര്യങ്ങൾ, സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാൻ കഴിയും. അതെ, ദൈവം നിങ്ങളെ ആക്കുന്ന സ്ഥാനങ്ങളിൽ, കോളേജുകളിൽ, പഠന മേഖലയിൽ ദൈവം നിങ്ങൾക്ക് അസാധാരണമായ ഒരു ബുദ്ധി തരുന്നുണ്ട്, അറിവ് തരുന്നുണ്ട്. അതുകൊണ്ട് ബി ഹോണസ്റ്റ്, ഹംബിൾ ആൻഡ് റെസ്പെക്ട്ഫുൾ. മറ്റുള്ളവരെ ബഹുമാനിക്കാൻ, മറ്റുള്ളവരെ സ്നേഹിക്കാൻ, മറ്റുള്ളവരോട് ചേർന്ന് നിൽക്കാൻ, സ്നേഹത്തോടെ സംസാരിക്കാനൊക്കെ ദൈവം നിങ്ങളെ പഠിപ്പിക്കട്ടെ. നിങ്ങൾ ജോലി ചെയ്യുന്ന മേഖലയിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ, താഴെ വർക്ക് ചെയ്യുന്നവർ, അവരെയൊക്കെ സ്നേഹിക്കാൻ, കരുതാനുള്ള മനസ്സ് ദൈവം നിങ്ങൾക്ക് തരട്ടെ. അവിടെയാണ് നിങ്ങൾ വ്യത്യസ്തരായിത്തീരുന്നത്. അപ്പോൾ ഒരു ഗോഡ്ലി ക്യാരക്ടർ നിങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ മറ്റുള്ളവർ അറിയും, ഹി ഈസ് എ ഡിഫറെൻറ്റ് പേഴ്സൺ, ഹിസ് പേഴ്സണാലിറ്റി ഈസ് ഡിഫറെൻറ്റ്, ഹിസ് ക്യാരക്ടർ ഈസ് ഡിഫറെൻറ്റ്, ദ വേ ഹി ബിഹേവ് ഈസ് ഡിഫറെൻറ്റ്, ദ വേ ഹി ടോക്ക് ഈസ് ഡിഫറെൻറ്റ്. നമ്മുടെ സംസാരം വ്യത്യസ്തമായിരിക്കട്ടെ. എപ്പോഴും പോസിറ്റീവ് എനർജിയുള്ള, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന, മറ്റുള്ളവർക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന, പോസിറ്റിവിറ്റിയുള്ള കാര്യങ്ങൾ സംസാരിക്കണം. നെഗറ്റീവായിട്ടുള്ള, നിങ്ങൾ പ്രവർത്തിക്കുന്ന സംഘടനയെക്കുറിച്ച്, നിങ്ങളുടെ കോളേജിനെക്കുറിച്ച്, സ്കൂളിനെക്കുറിച്ച്, അധ്യാപകരെക്കുറിച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല. ആരും പെർഫെക്റ്റ്, എല്ലാവർക്കും ബലഹീനതകളുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയേണ്ടത്, ദൈവത്തിൻ്റെ ഒരു പ്രതിപുരുഷൻ എന്ന നിലയിൽ നിങ്ങൾ പ്രവർത്തിക്കണം. ബി എ വിറ്റ്നസ്. ദൈവം നിങ്ങളെ ആക്കുന്നിടത്ത് ദൈവത്തിൻ്റെ സാക്ഷിയാകണം. മറ്റുള്ളവർ നിങ്ങളുടെ ജീവിതം കണ്ട് കർത്താവിനെ അറിയട്ടെ. നമ്മളെ ദൈവം ഏൽപ്പിക്കുന്ന ഒരു ദൗത്യം അതാണ്. നമ്മുടെ സ്നേഹത്തിലൂടെ, നമ്മുടെ സംസാരത്തിലൂടെ മറ്റുള്ളവർ കർത്താവിനെ അറിയാനുള്ള മുഖാന്തരം ഉണ്ടാകട്ടെ. അപ്പോൾ നമ്മൾ എവിടെ ചെന്നാലും ദൈവിക സ്വഭാവമുള്ളവരായി ആ ദാനിയേലിനെ പോലൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ പ്രതിസന്ധിയിലും കർത്താവ് കൂടെ നിൽക്കും, തീച്ചൂളയിലും കർത്താവ് കൂടെ നിൽക്കും. ദൈവം തീച്ചൂളയിൽ ചന്ദ്രക് മേശക് അബേദ്നെഗോവിനെ രക്ഷിക്കാൻ ഇറങ്ങി വന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തോട് അവർ ചേർന്ന് നിന്നതുകൊണ്ടാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നിൻ്റെ മുമ്പിൽ ഏത് പ്രതിസന്ധിയിലും ദൈവം നിൻ്റെ കൂടെ നിൽക്കും. പ്രതിസന്ധി ഇല്ലെന്നല്ല, പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധിയുണ്ട്. അവിടെയും കർത്താവ് നിൻ്റെ കരം പിടിക്കും, നീയായിരിക്കും വിജയിക്കുന്നത്. അതുകൊണ്ട് പ്രത്യാശയോടെ പറയാം, ഞാൻ ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യും. അതെ, കർത്താവിനോട് ചേർന്ന് യാത്ര ചെയ്യാം. ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതികൾ വലുതാണ്, വ്യത്യസ്തമാണ്. അത് തിരിച്ചറിഞ്ഞ് മുൻപോട്ട് പോകാൻ കർത്താവ് സഹായിക്കട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.